ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നാം വായിച്ചു കേൾക്കുന്നത് ഈശോയ്ക്ക് തന്റെ മുൻപിലായിരിക്കുന്ന ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി എന്നാണ്. അനുകമ്പ എന്ന വാക്ക് പരിശോധിക്കുമ്പോൾ അനുകമ്പനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതായത് തൻ്റെ മുൻപിലായിരിക്കുന്ന ആളുടെ അതേ മാനസികാവസ്ഥ, അതേ സവിശേഷതകൾ തനിക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഒരാളുടെ സന്തോഷം സന്തോഷമായും അയാൾ അനുഭവിക്കുന്ന ദുഃഖത്തെ ദുഃഖമായും അപരന് അനുഭവിക്കാൻ കഴിയുന്നു എന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥ ഈശോയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ അത്ഭുതത്തിന്റെ തുടക്ക കാരണമായി നമ്മൾ കാണുന്നത്. ഇനി സുവിശേഷത്തിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഈശോ തന്റെ അത്ഭുതം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നോട് കൂടെയായിരിക്കുന്ന ശിഷ്യർക്ക് നൽകുന്ന പുതിയ കാഴ്ചയാണ്. ലാറ്റിൻ അമേരിക്കൻ കഥകളിൽ അതിൻ്റെ സാരാംശമായി പറയുന്ന ഒരാശയമുണ്ട്. നിങ്ങൾ ഒരു കുന്നിൻ മുകളിൽ എത്തിക്കഴിയുമ്പോൾ, പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകിൽ ദൈവം നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കൈകളിൽ വഹിക്കും. ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ പ്രത്യാശയുടെ പുതിയ നാമ്പുകൾ ജീവിതത്തിൽ ഉടലെടുക്കും എന്നുള്ളൊരു പുതിയ പാഠം ഭക്ഷണത്തിനായി ഒരു നിവൃത്തിയുമില്ലാതെ തൻ്റെ മുൻപിലായിരിക്കുന്ന ജനക്കൂട്ടത്തോട് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടെയായിരിക്കുന്ന തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന പുതിയ കാഴ്ചപ്പാട് നമ്മുടെ ബലം അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ ബലം ആരംഭിക്കുന്നത് എന്ന പുതിയ ഉൾക്കാഴ്ചയാണ്. ശിഷ്യരോട് തന്നെ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്, അപ്പം വർദ്ധിപ്പിക്കുക, മുമ്പിലായിരിക്കുന്ന ജനക്കൂട്ടത്തിന് ഭക്ഷിക്കാൻ കൊടുക്കുക. അത് ഈശോ അവരുടെ കഴിവ് കുറവിനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈശോ അവർക്ക് നൽകുന്ന പുതിയ പാഠം ദൈവത്തിൽ, തൻ്റെ പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് 10 മടങ്ങായി, അതിന് ഇരട്ടിയായി ആ നന്മയെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള പുതിയ തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്നു. മുറിച്ച് നൽകലിലാണ് സംതൃപ്തി കണ്ടെത്തേണ്ടത് എന്നുള്ള പുതിയ തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. മുറിച്ചെടുക്കൽ അതൃപ്തി നൽകുന്നതോടൊപ്പം ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷത്തെ കൂടി വറ്റിച്ചു കളയുന്നു എന്നുള്ള തിരിച്ചറിവും ഈ അത്ഭുതം നമുക്ക് നൽകുന്നുണ്ട്. ഈശോ തന്റെ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്കുള്ള ഒരു മുന്നാസ്വാദനമായും ഈ അത്ഭുതത്തെ ദൈവശാസ്ത്രജ്ഞന്മാർ കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന സമയത്തിൽ ഈ കാരുണ്യം, നമ്മൾ അനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവാനുഭവമുള്ളവരായി നമ്മൾ മാറുന്നത് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ആമേൻ.